ഡിയർ സ്റ്റുഡൻസ്, അവർ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 8th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ പോളിഗൺസ് എന്നതിലെ അൺചേഞ്ചിങ് സം, മാറാത്ത തുക എന്ന ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് മാറാത്ത തുക, അല്ലെങ്കിൽ വാട്ട് ഈസ് അൺചേഞ്ചിങ് സം എന്ന് നമുക്ക് നോക്കാം. രണ്ട് ചിത്രങ്ങൾ ഞാൻ ബോർഡിൽ വരച്ചിരിക്കുന്നു. ഒന്ന് ട്രയാങ്കിളാണ്, മറ്റൊന്ന് ക്വാഡ്രിലാറ്ററൽ, അതായത് ത്രികോണം, ചതുർഭുജം. ഈ ത്രികോണത്തിൻ്റെ 3 ബാഹ്യകോണുകൾ, പുറം കോണുകൾ ഞാൻ വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചതുർഭുജത്തിൻ്റെ ബാഹ്യകോണുകളും വരച്ചിട്ടുണ്ട്. ഓക്കെ, ട്രയാങ്കിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾസ്, അതേപോലെ തന്നെ ക്വാഡ്രിലാറ്ററലിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾസും വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നർ ആംഗിൾസ് 1, 2, 3, എക്സ്റ്റീരിയർ ആംഗിൾസ് 1, 2, 3. അപ്പോൾ ടോട്ടൽ 6 ആംഗിൾസ് ഉണ്ട്, 6 കോണുകളുണ്ട്. ഈ 6 കോണുകളുടെ തുക എന്ന് പറയുന്നത് സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് ആൻഡ് എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്. പുറം കോണുകളുടെയും അകക്കോണുകളുടെയും തുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് രണ്ടും കൂടെ കൂടിയാൽ രേഖീയ ജോഡിയായി, ലീനിയർ പെയർ. അപ്പോൾ അതിൻ്റെ സമ്മ് 180 ആണ്. അതുപോലെ ഇത് രണ്ടും കൂടെ കൂടിയാൽ 180, ഇത് രണ്ടും കൂടെ കൂടിയാൽ 180. അപ്പോൾ എത്ര 180s ഉണ്ട്? 3 180s ഉണ്ട്. ഓക്കെ, അപ്പോൾ സം ഓഫ് ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഈക്വൽ ടു 3 × 180, ദാറ്റ് ഇസ് ഈക്വൽ ടു 540 ആണ്. 540. ഇനി ഈ ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് മാത്രം, അകക്കോണുകളുടെ മാത്രം തുക 180 ഡിഗ്രി ആണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഇസ് ഈക്വൽ ടു 180. അപ്പോൾ ഈ 6 കോണുകൾ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ആൻഡ് എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്. ഇതിലെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ മാത്രം സമ്മ് 180 ആയി. എങ്കിൽ ഈ 540യിൽ നിന്ന് 180 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മായിരിക്കും. ഓക്കെ, സോ 540 മൈനസ് 180, അതാണ് എന്ത്? സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ്. ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു 0 മൈനസ് 0 0, 14 മൈനസ് 8 6, ദെൻ 4 മൈനസ് 1 3. അപ്പം നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 360. 360 ഡിഗ്രിയാണ് ഈ ത്രികോണത്തിൻ്റെ ബാഹ്യകോണുകളുടെ തുക, അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് കിട്ടുന്നു. ഇനി രണ്ടാമത്തെ ഫിഗറിലേക്ക് വരിക. ആ ഫിഗറിലെയും എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ചതുർഭുജത്തിന് 4 കോണുകളുണ്ട്, അതുകൊണ്ട് 4 ബാഹ്യ കോണുകളും പുറം കോണുകളും ഉണ്ടാകും. 4 interior angles are there, therefore there will be 4 exterior angles. അപ്പോൾ എല്ലാ എക്സ്റ്റീരിയർ ആംഗിൾസും ഇൻറ്റീരിയർ ആംഗിൾസ് മാർക്ക് ചെയ്താൽ അവിടെ 8 ആംഗിൾസ് ഉണ്ട്, അല്ലെങ്കിൽ 4 പെയർസ് ഓഫ് ആംഗിൾസ് ഉണ്ട്. 4 ജോഡി കോണുകളുണ്ട്. ഓരോ ജോഡിയുടെയും തുക 150 ആണ്, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഈ 8 കോണുകളുടെ തുക, സം ഓഫ് 8 ആംഗിൾസ് ഇസ് ഈക്വൽ ടു 4 × 180 ആണ്. ഓക്കെ, അപ്പോൾ സം ഓഫ് ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഈക്വൽ ടു 4 × 180, ദാറ്റ്സ് ഈക്വൽ ടു 720 ആണ്. 720. ഇനി ഇതിൽ 4 കോണുകൾ എന്താണ്? അകക്കോണുകളാണ്. ഒരു ചതുർഭുജത്തിൻ്റെ 4 കോണുകളുടെ തുക 360 ഡിഗ്രി ആണെന്ന് നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ്, അതായത് അകക്കോണുകളുടെ തുക സമം 360 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ മുഴുവൻ കോണുകളുടെയും തുകയിൽ നിന്ന് ഈ അകക്കോണുകളുടെ തുക കുറച്ചാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് പുറം കോണുകളുടെ തുകയായിരിക്കും, എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മായിരിക്കും. അപ്പോൾ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഈസ് ഈക്വൽ ടു 720 മൈനസ് 360. ഓക്കെ, 0 മൈനസ് 0 0, 12 മൈനസ് 6 6, ആൻഡ് 6 മൈനസ് 3 3 എന്ന് കിട്ടും. അപ്പോൾ എത്ര കിട്ടി? 360 ഡിഗ്രി. അപ്പോൾ ത്രികോണത്തിൻ്റെ കേസിൽ എന്ത് സംഭവിച്ചു? പുറം കോണുകളുടെ തുക 360 ഡിഗ്രി എന്ന് നമുക്ക് നേരത്തെ കിട്ടി. അതേപോലെ തന്നെ ഇപ്പോൾ ചതുർഭുജത്തിൻ്റെ കേസിലും പുറം കോണുകളുടെ തുക 360 ഡിഗ്രി തന്നെയാണെന്ന് കിട്ടി. ഇനി പെൻറ്റഗൺ, ഹെക്സഗൺ ഒക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോഴും നമുക്ക് ഇതേപോലെ തന്നെ പുറം കോണുകളുടെ തുക 360 ഡിഗ്രി ആണെന്ന് കിട്ടും. ഇനി ഒരു ബഹുഭുജത്തിന് n വശങ്ങളുണ്ട് എന്ന് വിചാരിക്കുക, ഒരു പോളിഗണിന് n സൈഡ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ബഹുഭുജത്തിന് n കോണുകളുണ്ടാവും, n ആംഗിൾസ് ഉണ്ടാവും. അതേപോലെ തന്നെ n ബാഹ്യ കോണുകളും ഉണ്ടാവും, n എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ടാവും. അപ്പോൾ അവിടെ ആകെ എത്ര ജോഡികൾ ഉണ്ടാവും?
n ജോഡികളുണ്ടാവും, n പെയർസ് ഓഫ് ആംഗിൾസ് ഉണ്ടാവും. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെയും ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെയും കൂടെ സമ്മ് എന്ന് പറഞ്ഞാൽ n ഇൻറ്റു 180 ആയിരിക്കും. അപ്പോൾ സമ്മ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു 180. ഇനി നമുക്ക് എന്ത് കാണണം? സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ്. സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചതാണ്. n സൈഡ്സ് ഉണ്ടെങ്കിൽ n-2 ഇൻറ്റു 180 ആയിരിക്കും എന്ത്? സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ. അപ്പോൾ ഇവിടെ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഇസ് ഈക്വൽ ടു n-2 ഇൻറ്റു 180 എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ്, പുറം കോണുകളുടെ തുക കിട്ടാൻ എന്ത് ചെയ്താൽ മതി? n ഇൻറ്റു 180യിൽ നിന്നും n-2 ഇൻറ്റു 180 കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ n ഇൻറ്റു 180 മൈനസ് n-2 ഇൻറ്റു 180 അങ്ങനെ വരും. അപ്പോൾ ഇവിടെ 180 ഉണ്ട്, ഇവിടെയും 180 ഉണ്ട്. ആ 180യെ നമ്മൾ കോമൺ ഫാക്ടറാക്കി പൊതു ഘടകമായി എടുത്ത് ബാക്കി നമ്മൾ ബ്രാക്കറ്റിനകത്ത് എഴുതുകയാണെങ്കിൽ ബ്രാക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് n-2 എന്നായിരിക്കും. n-2 പുറത്ത് കിട്ടുന്നത് എന്തായിരിക്കും? 180 ആയിരിക്കും. ഇനി ഇവിടെ ബ്രാക്കറ്റ് ഒഴിവാക്കുക. എങ്ങനെയാണ് ബ്രാക്കറ്റ് ഒഴിവാക്കുന്നത്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് മൈനസ് ഇൻറ്റു n മൈനസ് n മൈനസ് ഇൻറ്റു -2 പ്ലസ് 2. അപ്പോൾ n-n പ്ലസ് 2 എന്ന് വരും. n-n പ്ലസ് 2 ഇൻറ്റു 180 സമം n-n 0 ആയി. പിന്നെ ഇവിടെ ഉണ്ടാവുക 2 ആണ്. 2 ഇൻറ്റു 180 എത്രയാണ്? 360. അപ്പോൾ ഇവിടെ അൺചേഞ്ചിങ് സം അല്ലെങ്കിൽ മാറ്റമില്ലാത്ത തുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പോളിഗൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മാണ്. ഒരു പോളിഗൻ്റെ ബാഹ്യ കോണുകളുടെ തുകയെയാണ് അൺചേഞ്ചിങ് സം അല്ലെങ്കിൽ മാറാത്ത തുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എപ്പോഴും എത്ര സൈഡ്സുള്ള ബഹുഭുജമാണെങ്കിലും പോളിഗൺസ് ആണെങ്കിലും 360 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് 54, 55 പേജുകളിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: all angles of an 18-sided polygon are equal, then what is the measure of one outer angle? 18 സൈഡ്സുള്ള വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ എല്ലാ കോണുകളും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ബാഹ്യ കോണിൻ്റെ ഒരു പുറം കോണിൻ്റെ അളവ് എത്രയായിരിക്കും? അപ്പോൾ ഈ ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം 18 ആണ്. ഓക്കെ, n ഈസ് ഈക്വൽ ടു 18. നമ്പർ ഓഫ് സൈഡ്സിനെ n കൊണ്ട് സൂചിപ്പിക്കുന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഓക്കെ, ഇനി എല്ലാ കോണുകളും തുല്യമാണ്, എല്ലാ ആംഗിൾസും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. കാരണം ഇൻറ്റീരിയർ ആംഗിളിലും എക്സ്റ്റീരിയർ ആംഗിളും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ലീനിയർ പെയർ ഉണ്ടാകുമെന്നും അതിൻ്റെ സമ്മ് 180 ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഓക്കെ, ഒരു അകക്കോണും ഒരു പുറം കോണും കൂടി ചേർന്നാൽ രേഖീയ ജോഡിയാവും. രേഖീയ ജോഡിയുടെ തുക 150 ഡിഗ്രിയാണ്. അപ്പോൾ എല്ലാ അകക്കോണുകളും തുല്യമാണെങ്കിൽ 150ൽ നിന്ന് അകക്കോണിൻ്റെ അളവ് കുറച്ചാൽ കിട്ടുന്ന പുറം കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഒരു പുറം കോണിൻ്റെ അളവാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാ പുറം കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ 360 ഡിഗ്രി കിട്ടും എന്നുള്ളത് നമ്മൾ ഇന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ 360നെ കോണുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോണിൻ്റെ അളവ് കിട്ടും. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ബഹുഭുജത്തിന് എത്ര കോണുകളുണ്ടോ അത്രയും പുറം കോണുകളുണ്ട്, അത്രയും സൈഡ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് സൈഡ്സ് 18 ആണെങ്കിൽ കോണുകളുടെ എണ്ണം 18 ആണ്, പുറം കോണുകളുടെ എണ്ണവും 18 ആണ്. അപ്പോൾ പുറം കോണുകളുടെ തുകയായ 360നെ നമ്മൾ 18 കൊണ്ട് ഹരിച്ചാൽ, ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരു പുറം കോണിൻ്റെ ഒരു എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ മെഷർ കിട്ടും. ഓക്കെ, therefore an exterior angle അതായത് ഒരു പുറം കോണിൻ്റെ അളവ് അതാണ് ഉദ്ദേശിക്കുന്നത് സമം 360/18. അപ്പോൾ 36നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടും. അപ്പോൾ 2ഉം 0ഉം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ എത്രയാവും? 20 ആവും. ഓക്കെ, അപ്പോൾ ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി. ഓരോ പുറം കോണിൻ്റെയും അളവ് എത്രയായിരിക്കും? 20 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ: the sides PQ and RS of the given quadrilateral are parallel. Compute all inner and outer angles of the quadrilateral. തന്നിരിക്കുന്ന ചതുർഭുജത്തിൻ്റെ രണ്ട് സൈഡ്സ് ഏതെല്ലാം? PQ ഉം SR ഉം.
രണ്ടും പാരലലാണ്, സമാന്തരമാണ്. അങ്ങനെയാണെങ്കിൽ ആ ചതുർഭുജത്തിലെ എല്ലാ കോണുകളും, അകക്കോണുകളും പുറം കോണുകളും കണ്ടുപിടിക്കുക. ഇപ്പോൾ രണ്ട് വര ഇങ്ങനെ വരച്ചു. ഇത് രണ്ടും സമാന്തരമാണെങ്കിൽ ഈ രണ്ട് വരകളെ ഖണ്ഡിക്കുന്ന മറ്റൊരു വര ഈ സമാന്തര വരകൾക്കിടയിലായി ഈ വരയോട് ചേർന്നുണ്ടാക്കുന്ന രണ്ട് കോണുകൾക്ക് പറയുന്ന പേരാണ് ആന്തര സഹകോണുകൾ അല്ലെങ്കിൽ കോ ഇൻറ്റീരിയർ ആംഗിൾസ്. ഈ രണ്ട് വരകൾ സമാന്തരമാകുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സം എത്രയായിരിക്കും? 180 ആയിരിക്കും. എന്നാൽ ഇത് രണ്ടും സമാന്തരമല്ലാതിരിക്കും, ഒന്ന് ഇങ്ങനെയാണ്, ഒന്ന് ഇങ്ങനെയാണ്. അപ്പോൾ മറ്റൊരു വര ഇതിനെ ഖണ്ഡിക്കുന്നുവെങ്കിൽ, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുവെങ്കിൽ, അപ്പോഴും ഈ കോണുകളുടെ പേര് അതുതന്നെയാണ്, കോ ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലെങ്കിൽ ആന്തര സഹകോണുകൾ എന്ന് തന്നെയാണ്. പക്ഷേ ഇവയുടെ തുക എന്താവില്ല? 180 ആവില്ല. ഇത് 180യേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ. എന്നാൽ ഇതിനെ മറ്റൊരു വര ഖണ്ഡിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന കോണുകളുടെ പേരും അങ്ങനെ തന്നെയാണ്, കോ ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലെങ്കിൽ ആന്തര സഹകോണുകൾ എന്നാണ്. പക്ഷേ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇത് 90-നേക്കാൾ കുറവാണ്, ഇതും 90-നേക്കാൾ കുറവാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 150-നേക്കാൾ കുറവായിരിക്കും. ഇവിടെ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 150-നേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ വരകൾ സമാന്തരമാണെങ്കിൽ കോ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് 180 ആയിരിക്കും. സമാന്തരമല്ലെങ്കിൽ, പാരലൽ അല്ലെങ്കിൽ ആന്തര സഹകോണുകളുടെ തുക 150 ആവില്ല. ഒന്നുകിൽ 150-നേക്കാൾ കൂടുതലായിരിക്കും, അല്ല 150-നേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ഇത് രണ്ടും സമാന്തരമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ രണ്ട് കോണുകളുടെ തുക 150 ഡിഗ്രി ആയിരിക്കും. ഈ രണ്ട് കോണുകളുടെ തുകയും 150 ഡിഗ്രി തന്നെ ആയിരിക്കും. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് എസ് കാണാം, ക്യൂ കാണാം. ഓക്കെ. അപ്പോൾ ആംഗിൾ എസ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 50 സമം 130 ഡിഗ്രി. അതേപോലെ അടുത്ത കോൺ ക്യൂ കാണാം. കോൺ ക്യൂ അല്ലെങ്കിൽ ആംഗിൾ ക്യൂ സമം 150 ഡിഗ്രി മൈനസ് 110 ഡിഗ്രി. ദാറ്റ്സ് ഈക്വൽ ടു 70 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് രണ്ട് കോണുകൾ കിട്ടി. ഒന്ന് 130, മറ്റേത് എത്രയാണ്? 70. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ തന്നെ ഇൻറ്റീരിയർ ആംഗിൾസ് എല്ലാം അറിയുന്നത് കൊണ്ട് എക്സ്റ്റീരിയർ ആംഗിൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. കാരണം ഇൻറ്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? 180 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾസിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി 4 ഭാഗത്തും നമ്മൾ 4 പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നു. ഈ പോയിന്റ് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. അപ്പോൾ എ പി എസ് എന്നുള്ളത് ഒരു ബാഹ്യകോണാണ്. കോൺ എ പി എസ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 50 സമം 130 ഡിഗ്രി. ഓക്കെ. അപ്പോൾ ഇത് 130 ഡിഗ്രി എന്ന് കിട്ടി. അടുത്തത് ഇവിടെ പി ക്യൂ ബി. പി ക്യൂ ബി ഈസ് ഈക്വൽ ടു 180 മൈനസ് 70. കോൺ പി ക്യൂ ബി ഈസ് ഈക്വൽ ടു 180 മൈനസ് 70 ഈസ് ഈക്വൽ ടു 110. അപ്പോൾ ഇത് 110 ആയി. അടുത്തത് കോൺ സി ആർ ക്യൂ, ആംഗിൾ സി ആർ ക്യൂ. ആംഗിൾ സി ആർ ക്യൂ ഈസ് ഈക്വൽ ടു 180 മൈനസ് 110. ദാറ്റ് ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. അപ്പോൾ ഇത് 70 എന്ന് കിട്ടി. അതേപോലെ അടുത്ത എക്സ്റ്റീരിയർ ആംഗിളാണ് ഡി എസ് ആർ. ആംഗിൾ ഡി എസ് ആർ ഈസ് ഈക്വൽ ടു 180 മൈനസ് 130. 150 മൈനസ് 130 സമം 50 ഡിഗ്രി. ഇപ്പോൾ ഈ ചതുർഭുജത്തിലെ എല്ലാ അകക്കോണുകളും പുറം കോണുകളും നമുക്കറിയാം. All exterior angles and interior angles of this quadrilateral are now known. ഇവിടെ തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത് പി ക്യൂ സമാന്തരം എസ് ആർ എന്നാണ്. പി ക്യൂ പാരലൽ ടു എസ് ആർ. രണ്ടാമത് എഴുതിയിരിക്കുന്നത് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. സപ്ലിമെൻ്ററി മീൻസ് സം 180. കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്നുള്ളതിന് പകരം പറയുന്നത് എന്താണ്? ആന്തര സഹകോണുകൾ. അതായത് ആന്തര സഹകോണുകളുടെ തുക 180 ഡിഗ്രിയാണ് എന്നെഴുതി വെക്കുക. അതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം എഴുതാം. മൂന്നാമത്തെ ചോദ്യം, ഡ്രോ എനി ക്വാഡ്രിലാറ്ററൽ ആൻഡ് മാർക്ക് 2 outer angles, then is there any relation between the sum of these 2 outer angles and the sum of the inner angles at the other 2 vertices? ഒരു ചതുർഭുജം വരയ്ക്കുക, ഏതെങ്കിലും ഒരു ചതുർഭുജം, എന്നിട്ട് ഏതെങ്കിലും രണ്ട്
ബാഹ്യ കോണുകൾ അടയാളപ്പെടുത്തുക. ആ 2 ബാഹ്യ കോണുകളുടെ തുകയും മറ്റ് 2 മൂലകളിലെ ആന്തര കോണുകളുടെ അല്ലെങ്കിൽ അകക്കോണുകളുടെ തുകയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ഞാനൊരു ക്വാഡ്രിലാറ്ററൽ വരച്ചു. അതിന് ABCD എന്ന് പേര് കൊടുത്തു. ഇതിൽ 4 കോണുകൾ ആംഗിൾസ് ഉണ്ട്. അതുപോലെ തന്നെ 4 എക്സ്റ്റീരിയർ ആംഗിൾസ് പുറം കോണുകളും ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഈ അകക്കോണിനെ, അതായത് ഇന്നർ ആംഗിളിനെ ഞാൻ ആംഗിൾ A എന്ന് വിളിക്കുന്നു. ഇത് ആംഗിൾ B, ഇത് ആംഗിൾ C, ഇത് ആംഗിൾ D. ഓക്കെ, ഏതെങ്കിലും 2 മൂലയിൽ ഏതെങ്കിലും 2 വെർട്ടീസസിൽ എക്സ്റ്റീരിയർ ആംഗിൾസ് മാർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എയിൽ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ മാർക്ക് ചെയ്തു. അതിൻ്റെ അളവ് x ആണെന്ന് വിചാരിക്കാം. ഇനി ബിയിലോ സിയിലോ ഡിയിലോ എവിടെയെങ്കിലും ഒരു എക്സ്റ്റീരിയർ ആംഗിളും കൂടെ മാർക്ക് ചെയ്യാം. ഞാൻ സിയിൽ എക്സ്റ്റീരിയർ ആംഗിൾ മാർക്ക് ചെയ്തു. അതിൻ്റെ മെഷർ y ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ അളവ് y ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ x + y, എക്സും വൈയും കൂടെ കൂട്ടിയാൽ കിട്ടുന്ന സമ്മും തുകയും മറ്റ് 2 വെർട്ടീസസ് ഏതൊക്കെയാണ്? ഡിയും ബിയും. ഈ ബിയിലെ ആംഗിളും ഡിയിലെ ആംഗിളും കൂട്ടിയാൽ കിട്ടുന്ന തുകയും സമ്മും, ഇത് രണ്ടും തമ്മിൽ വല്ല റിലേഷനും ഉണ്ടോ എന്നാണ് ചോദ്യം. ചിത്രത്തിൽ നമുക്കറിയാം x + a = 180 ഡിഗ്രി, y + c = 180 ഡിഗ്രി. ഓക്കെ, അതുകൊണ്ട് x + ആംഗിൾ a = 180 ഡിഗ്രി, y + ആംഗിൾ c = 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? കൂട്ടിയാൽ കിട്ടുന്നത് x + y + ആംഗിൾ a + ആംഗിൾ c = 180 + 180 360 ഡിഗ്രി എന്ന് കിട്ടും. എക്സും വൈയും കോൺ എയുടെ അളവും കോൺ സിയുടെ അളവും എല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്നത് 360 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം, ആ ചതുർഭുജത്തിന് 4 കോണുകളുണ്ട്. ആ 4 കോണുകളോട് കൂട്ടിക്കഴിഞ്ഞാൽ 360 ഡിഗ്രി കിട്ടുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: കോൺ എ + കോൺ ബി + കോൺ സി + കോൺ ഡി = 360 ഡിഗ്രി. ഇവിടെ 2 ഇക്വേഷൻസിൻ്റെ റൈറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. റൈറ്റ് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ്സും ഈക്വൽ ആയിരിക്കുമെന്ന് ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ എഴുതാം: x + y + ആംഗിൾ a + ആംഗിൾ c, അതായത് ഇത് സമം a + b + c + d, ആംഗിൾ a + ആംഗിൾ b + ആംഗിൾ c + ആംഗിൾ d. ഇപ്പോൾ 2 ഭാഗവും തുല്യമാണ്, സമം എന്നുള്ള ചിഹ്നം വന്നതുകൊണ്ട്. അപ്പോൾ 2 ഭാഗത്തും പൊതുവായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം, ഒഴിവാക്കി കളയാം. ഇവിടെ ആംഗിൾ എ ഉണ്ട്, ആംഗിൾ സി ഉണ്ട്. ഇവിടെ ആംഗിൾ എ ഉണ്ട്, ആംഗിൾ സി ഉണ്ട്. അപ്പോൾ 2 ഭാഗത്തു നിന്നും ആംഗിൾ എയും ആംഗിൾ സിയും നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ആംഗിൾ എ, ആംഗിൾ എ, ആംഗിൾ സി, ആംഗിൾ സി. പിന്നെ ബാക്കി വരുന്നത് x + y ആണ്. ഇവിടെ വരുന്നത് ആംഗിൾ ബി + ആംഗിൾ ഡി ആണ്. അതായത് x + y = ആംഗിൾ ബി + ആംഗിൾ ഡി. x + y എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ രണ്ടിൻ്റെയും തുക, സം, അതായത് എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സം, 2 മൂലയിലുള്ള എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സം. ബി + ഡി എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മറ്റ് 2 മൂല, അതായത് ബിയും ഡിയും, ഈ 2 മൂലയിലുള്ള കോണുകളുടെ തുകയാണ്, അല്ലെങ്കിൽ ആംഗിൾസിൻ്റെ സമ്മാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? ഏതൊരു ക്വാഡ്രിലാറ്ററലിൻ്റെയും ഏതെങ്കിലും 2 വെർട്ടീസസിലെ എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് മറ്റ് 2 വെർട്ടീസസിലെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മിന് ഈക്വലാണ്. ഏതൊരു ചതുർഭുജത്തിൻ്റെയും ഏതെങ്കിലും 2 മൂലയിലെ പുറംകോണുകളുടെ തുക എടുത്താൽ അത് മറ്റ് 2 മൂലയിലെ അകക്കോണുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. അതാണ് x + y = ആംഗിൾ ബി + ആംഗിൾ ഡി എന്ന് കിട്ടിയതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദാറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ദ സം ഓഫ് 2 exterior angles at 2 vertices and the sum of 2 interior angles at the other 2 vertices. Fourth question: in a polygon with all angles equal, one outer angle is twice the inner angle. Then what are the measures of angles and how many sides does it have? Okay, ഒരു പോളിഗണിലെ എല്ലാ കോണുകളുടെയും അളവുകൾ തുല്യമാണ്. അങ്ങനെയുള്ള ഒരു പോളിഗണിൽ, ഒരു ബഹുഭുജത്തിൽ, അതിൻ്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് ഇന്നർ ആംഗിളിൻ്റെ ട്വൈസ് ആണ്.
അകക്കോണിൻ്റെ 2 മടങ്ങാണ് പുറം കോൺ. അങ്ങനെയാണെങ്കിൽ കോണുകളുടെ അളവുകൾ എന്തെല്ലാം എന്ന് പറഞ്ഞാൽ അകക്കോണുകളുടെ അളവുകൾ എന്തെല്ലാം, പുറം കോണുകളുടെ അളവുകൾ എന്തെല്ലാം. അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്നത് ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്. ഈ പോളിഗണിന് എത്ര സൈഡ്സ് ഉണ്ട്, ബഹുഭുജത്തിന് എത്ര വശങ്ങൾ ഉണ്ട്. എല്ലാ ആംഗിൾസും തുല്യമാണ്, കോണുകളും തുല്യമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇന്നർ ആംഗിൾസ് അല്ലെങ്കിൽ അകക്കോണുകളാണ് തുല്യം. അകക്കോണുകൾ തുല്യമാണെങ്കിൽ പുറം കോണുകളും തുല്യമായി മാറും. പുറം കോണുകളുടെ തുക നമുക്കറിയാം. ഏത് പോളിഗണാണെങ്കിലും ബഹുഭുജമാണെങ്കിലും 360 ഡിഗ്രിയാണ്. ഇവിടെ ഓരോ പുറം കോണും അതിൻ്റെ അടുത്തുള്ള അകക്കോണും തമ്മിലുള്ള ബന്ധം പറഞ്ഞിട്ടുണ്ട്. പുറം കോണിൻ്റെ അളവ് അകക്കോണിൻ്റെ അളവിൻ്റെ 2 മടങ്ങാണ്. അപ്പോൾ നമ്മൾ ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എടുക്കുന്നു. ഇന്നർ ആംഗിൾ ഈസ് ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ ഔട്ടർ ആംഗിൾ 2 മടങ്ങായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2x ആയി. അകക്കോൺ എക്സ്, പുറം കോൺ 2 മടങ്ങ് 2x. ഒരു അകക്കോണും ഒരു പുറം കോണും കൂടി ചേർന്നാൽ 150 ഡിഗ്രി ആയിരിക്കും എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കാരണം അത് രണ്ടും കൂടി ചേർന്ന് ലീനിയർ പെയറാവും, രേഖീയ ജോഡി ആയി മാറും. അതുകൊണ്ട് എക്സ് പ്ലസ് 2x സമം 180 ഡിഗ്രി. എക്സ് പ്ലസ് 2x എന്ന് പറഞ്ഞാൽ 3x ആണ്. അപ്പോൾ 3x ഇസ് ഈക്വൽ ടു 150 എങ്കിൽ എക്സ് സമം 180/3. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇൻറ്റു വന്നാൽ ബൈ എടുക്കണം, എങ്കിലാണ് ആൻസറിലേക്ക് വരാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ 180/3 എത്രയായി? 60 ആയി. അപ്പോൾ എക്സ് 60. എക്സ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? അകക്കോൺ, ഇന്നർ ആംഗിൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുറം കോൺ 2x എത്രയായിരിക്കും? 60 × 2 ദാറ്റ് ഈസ് 120. അപ്പോൾ ഇവിടെ ഓരോ പുറം കോണിൻ്റെ അളവ് 120 ഡിഗ്രിയാണ് നമുക്ക് കിട്ടി. എല്ലാ പുറം കോണുകളുടെയും അളവുകളുടെ തുക 360 ഡിഗ്രിയാണെന്ന് അറിയാം. അപ്പോൾ ആ 360നെ 120 കൊണ്ട് ഹരിച്ചാൽ, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വശങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് n ഈസ് ഈക്വൽ ടു 360/120. അപ്പോൾ അതിൽ 0യും 0യും കട്ട് ചെയ്യുക. 36നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്കറിയാം 3 12s ആർ 36. അപ്പോൾ 3 എന്ന് കിട്ടും. അപ്പോൾ എത്ര സൈഡ്സ് ഉണ്ട്? 3 സൈഡ്സ് ഉണ്ട്, 3 വശങ്ങളുണ്ട്. 3 വശങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പേരെന്തായിരിക്കും? ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിൾ എന്നായിരിക്കും. അപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ട 2 കാര്യങ്ങളാണ്. വാട്ട് ആർ ദ മെഷേഴ്സ് ഓഫ് ദി ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇന്നർ ആംഗിളിൻ്റെ മെഷറും ഔട്ടർ ആംഗിളിൻ്റെ മെഷറും, അകക്കോണിൻ്റെ അളവും പുറം കോണിൻ്റെ അളവും. അത് നമ്മൾ കണ്ടുപിടിച്ചു. എക്സ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി, 2x ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. ഓക്കെ. പിന്നെ നമ്മൾ ആവശ്യപ്പെട്ടത് ഈ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്, എത്ര സൈഡ്സ് ഉണ്ട് എന്നാണ്. വി ഗോട്ട് n ഈസ് ഈക്വൽ ടു 3. 360 ക്വസ്റ്റ്യൻ ഇതാണ്. ദ സം ഓഫ് ദി ഔട്ടർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് ട്വൈസ് ദ സം ഓഫ് ദി ഇന്നർ ആംഗിൾസ്. ദെൻ ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? ഒന്നാമത്തത് അതാണ്. ഇനി ആ ക്വസ്റ്റ്യനിൽ തന്നെ രണ്ടാമത്തെ പാർട്ടായി ചോദിക്കുന്നത് ഇഫ് ദ സം ഓഫ് ദി ഔട്ടർ ആംഗിൾസ് ഈസ് ഹാഫ് ദി സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് ദെൻ ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? മൂന്നാമതായി ചോദിക്കുന്നത് ഇഫ് ദ സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് ദെൻ ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? ഓക്കെ, 3 ചോദ്യമുണ്ട്. അതായത് ഒരു ബഹുഭുജത്തിലെ പുറം കോണുകളുടെ തുക അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണെങ്കിൽ ആ ബഹുഭുജത്തിന് എത്ര സൈഡ്സ് ഉണ്ട്, എത്ര വശങ്ങളുണ്ട്? രണ്ടാമത് ചോദിക്കുന്നത് പുറം കോണുകളുടെ തുക അകക്കോണുകളുടെ തുകയുടെ പകുതിയാണെങ്കിൽ ആ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? മൂന്നാമതായിട്ട് ചോദിക്കുന്നത് പുറം കോണുകളുടെ തുകയും അകക്കോണുകളുടെ തുകയും രണ്ടും തുല്യമാണെങ്കിൽ ആ ബഹുഭുജത്തിന് എത്ര വശങ്ങൾ ഉണ്ട്? അപ്പോൾ അതിൽ ഒന്നാമത്തത് എന്താണ്? ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് ഇന്നർ ആംഗിൾസിൻ്റെ സമ്മിൻ്റെ ട്വൈസ് ആണെങ്കിൽ, ഡബിൾ ആണെങ്കിൽ എത്ര സൈഡ്സ് ഉണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. സം ഓഫ് ഇന്നർ ആംഗിൾസ് ഇൻറ്റു 2, ട്വൈസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു സം ഓഫ് ഔട്ടർ ആംഗിൾസ്. അപ്പോൾ സം ഓഫ് ഔട്ടർ ആംഗിൾസ് എത്രയാണെന്ന് നമുക്കറിയാം. അത് 360 ഡിഗ്രിയാണ്. അപ്പോൾ 360 ഡിഗ്രിയെ നമ്മൾ 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് സം ഓഫ് ഇന്നർ ആംഗിൾസ് ആയിരിക്കും, അകക്കോണുകളുടെ തുക ആയിരിക്കും. അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് അല്ലെങ്കിൽ അകക്കോണുകളുടെ തുക സമം 360 ഡിഗ്രി ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ അകക്കോണുകളുടെ തുക 150 ഡിഗ്രി ആയ ബഹുഭുജം ഏതാണ്, പോളിഗൺ ഏതാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഏതാണത്? അത് ട്രയാങ്കിളാണ്. അപ്പോൾ എത്ര സൈഡ്സ് ഉണ്ട് എന്നുള്ള ക്വസ്റ്റ്യന് നമുക്ക് പറയാം ദർ ആർ 3 സൈഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് ഈസ് 3. വശങ്ങളുടെ എണ്ണം 3 ആണ്. അതായത് n ഈസ് ഈക്വൽ ടു 3 എന്ന് എഴുതാം.
മറ്റൊരു രീതിയിൽ നമുക്ക് കണ്ടെത്താം. അകക്കോണുകളുടെ തുക കിട്ടിക്കഴിഞ്ഞാൽ ആ തുകയെ 150 കൊണ്ട് ഹരിച്ച് അതിനോട് 2 കൂട്ടിക്കഴിഞ്ഞാൽ 150 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് കിട്ടും എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് 180 ആണ്. അപ്പോൾ 180 by 180 ഈസ് ഈക്വൽ ടു 1. ആ 1നോട് 2 ആഡ് ചെയ്യുക. 1 + 2 ഈസ് ഈക്വൽ ടു 3. അപ്പോൾ കിട്ടുന്നത് എന്താണ്? n ഈസ് ഈക്വൽ ടു 3. ഇതിലെ സെക്കൻഡ് പാർട്ട് എന്താണ്? സം ഓഫ് ദി ഔട്ടർ ആംഗിൾ ഈസ് ഹാഫ് ദി സം ഓഫ് ദി ഇന്നർ ആംഗിൾസ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി സൈഡ്സ് ആർ ദർ? ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ പകുതിയാണ് സം ഓഫ് ഔട്ടർ ആംഗിൾസ്. അപ്പോൾ പകുതി കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം? ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇൻറ്റു 1/2. സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ പകുതിയാണ് സം ഓഫ് ഔട്ടർ ആംഗിൾസ് എങ്കിൽ സം ഓഫ് ഔട്ടർ ആംഗിൾസിൻ്റെ ഡബിൾ ആയിരിക്കും എന്ത്? സം ഓഫ് ഇന്നർ ആംഗിൾസ്. അതായത് ബൈ 2 എന്ന് വരുമ്പോൾ ഇൻറ്റു 2 എന്ന് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് ഇന്നർ ആംഗിൾസ് കിട്ടും. അതായത് അകക്കോണുകളുടെ തുക കിട്ടും. സം ഓഫ് ഔട്ടർ ആംഗിൾസ് 360 ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഈക്വൽ ടു സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഇൻറ്റു 2, ദാറ്റ് ഈസ് 360 ഇൻറ്റു 2, ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണ്? 720. അങ്ങനെയാണെങ്കിൽ എത്ര സൈഡ്സ് ഉണ്ടാവും? ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് കാണാൻ ഈ തുകയെ എന്ത് ചെയ്യുക? 180 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യാം. 720യെ എന്ത് ചെയ്യുക? 180 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 0യും 0യും കട്ട് ചെയ്തു. പിന്നെ 72/18 ആണ്. 72/18 ചെയ്യാൻ 72 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 9, 18 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 9. അങ്ങനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ 18 / 9 ഈസ് ഈക്വൽ ടു 2. 72 / 9 ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. 8 9 72. ഇനി ഈ 8നെ 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 8/2 ഈസ് ഈക്വൽ ടു എത്രയാണ്? 4 എന്ന് കിട്ടും. 4. ആ 4നോട് വീണ്ടും 2 ആഡ് ചെയ്യുക. 4 + 2 ഈസ് ഈക്വൽ ടു 6. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? n ഈസ് ഈക്വൽ ടു 6. വശങ്ങളുടെ എണ്ണം 6. അപ്പോൾ എന്താണ് ഈ ബഹുഭുജത്തിൻ്റെ പേരെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് സൈഡ്സ് 6 ആണെങ്കിൽ ഇറ്റ് ഈസ് ഹെക്സഗൺ അല്ലെങ്കിൽ ഷഡ്ഭുജം എന്ന് പറയാം. ഇതിലെ മൂന്നാമത്തെ പാർട്ട് എന്താണ്? ഇഫ് ദ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ദെൻ ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? അകക്കോണുകളുടെ തുകയും പുറംകോണുകളുടെ തുകയും 2 തുല്യമാണെങ്കിൽ ഇതിന് എത്ര വശങ്ങളുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഔട്ടർ ആംഗിൾസ്. അകക്കോണുകളുടെ തുക സമം പുറംകോണുകളുടെ തുക. പുറംകോണുകളുടെ തുക എത്രയാണ്? 360 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ അകക്കോണുകളുടെ തുക സം ഓഫ് ഇന്നർ ആംഗിൾസ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. അകക്കോണുകളുടെ തുക 360 ഡിഗ്രി ആയ ബഹുഭുജം ഏതാണ്? പോളിഗൺ ഏതാണ്? നമുക്കറിയാം. ഏതാണ്? ക്വാഡ്രിലാറ്ററൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ക്വാഡ്രിലാറ്ററൽ എത്ര സൈഡ്സ് ഉണ്ട്? 4 സൈഡ്സ്. സോ നമ്പർ ഓഫ് സൈഡ്സ് ഈസ് ഈക്വൽ ടു 4. n ഈസ് ഈക്വൽ ടു 4 എന്ന് എഴുതുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? 360യെ 180 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പം 0യും 0യും കട്ട് ചെയ്തു. 18ൻ്റെ ഡബിളാണ് 36 നമുക്കറിയാം. അപ്പോൾ 2 കിട്ടി. അപ്പോൾ ഈ 2നോട് നമ്മൾ വീണ്ടും 2 കൂടെ കൂട്ടുക. അപ്പോൾ എത്രയായി? 4 ആയി. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് ഈസ് ഈക്വൽ ടു 4. ആ രീതിയിലും കണ്ടെത്താം. ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ മാറാത്ത തുക അല്ലെങ്കിൽ അൺചേഞ്ചിങ് സം എന്താണെന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ മനസ്സിലാക്കിയത് ദ സം ഓഫ് ദി ഔട്ടർ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈസ് 360 ഡിഗ്രി, ദാറ്റ് ഈസ് ദി അൺചേഞ്ചിങ് സം. ഓക്കെ, ഏതൊരു ബഹുഭുജത്തിൻ്റെയും പുറംകോണുകളുടെ തുക 360 ഡിഗ്രിയാണ്. അതാണ് മാറ്റമില്ലാത്ത തുക എന്ന് പറയുന്നത്. അവിടെ വശങ്ങളുടെ എണ്ണം എത്രയാണെങ്കിലും എല്ലായ്പ്പോഴും കിട്ടുന്നത് 360 ഡിഗ്രി തന്നെ ആയിരിക്കും. അതിനുശേഷം ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മുഴുവൻ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ റെഗുലർ പോളിഗൺസ് അല്ലെങ്കിൽ സമബഹുഭുജങ്ങൾ എന്ന ഭാഗം പഠിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് അബു മാത്സ് ക്ലാസ്. സി യു നെക്സ്റ്റ് ഡേ.